5, 4, 3, 2, 1, go. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെൽത്തി മയോണൈസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ഞാൻ അതിന് 3 ബോയിൽഡ് എഗ് എടുത്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി എഗ്ഗ് ബോയിൽ ചെയ്യുന്നത് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കുക. അതാണ് എൻ്റെ ഒരു മുട്ട ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സോൾട്ട്, പിന്നെ ഒരു ഓയിൽ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് അതിന് പകരം സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് വിനീഗർ വേണം. വിനീഗറിന് പകരം ലൈം ജ്യൂസും എടുക്കാം. എൻ്റെ ലൈം ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര, ഷുഗർ ഇടുന്നുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ബോയിൽഡ് എഗ് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ട്, പിന്നെ ഒരു ഗാർലിക്. ഞാൻ ഇത് പറയാൻ മറന്നു, ഒരു ഗാർലിക് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. എനിക്ക് ഈ വെളുത്തുള്ളിയുടെ കുത്തത്ര ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ ഈ മെഷർമെന്റ് പറയാനും, ഞാൻ മെഷർമെന്റ് എനിക്ക് കറക്റ്റ് മെഷർമെന്റ് ഇല്ല. ഞാൻ എല്ലാം ആദ്യം കുറച്ച് ആഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇതെല്ലാം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യം കുറച്ച് ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് കുറഞ്ഞു പോയാലും വീണ്ടും ഇട്ട് കൊടുക്കാം. കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒലീവ് ഓയിൽ, നമുക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 സ്പൂൺ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഓയിൽ ഒലീവ് ഓയിലാണ്. കാരണം ഒലീവ് ഓയിൽ ഒത്തിരി ഹെൽത്തിയാണ്. നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ കൊളസ്ട്രോൾ കൂടിയവർക്ക് ഒക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത്തിരി വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ അതെ, ഞാനിപ്പോൾ ഒരു സ്പൂൺ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരിയും കൂടി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ 2 സ്പൂണും കൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്തായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തെ ഇത് ഇത്തിരി തിക്കായിരുന്നു. അപ്പം ഇത്തിരി വാട്ടർ ആഡ് ചെയ്ത് ലൂസ് ചെയ്താണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഈ മയോണൈസിലേക്ക് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് ആ ഒരു ടേസ്റ്റ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ തിക്കായി പോയി കഴിഞ്ഞാൽ വാട്ടർ ഒഴിച്ച് അത് ലൂസ് ചെയ്യാവുന്നതാണ്. അത് വാട്ടർ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് അത് അതിൻ്റെ ഒരു ഇത് ബാലൻസ്, ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കന് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.